ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടേക്കോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മെക്സിക്കോയുടെ തനത് വിഭവമായ ടേക്കോ നമ്മളുടേതായ രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം, ഒരു കേരള സ്റ്റൈലിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, എങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം കേട്ടോ. ഇതിനു വേണ്ടി ഞാനിവിടെ ആദ്യം കുറച്ച് എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുരുമുളക് അത്യാവശ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു കഷ്ണം ചെറുനാരങ്ങന്റെ നീര് ഒഴിച്ച് നമുക്ക് ഇത് പുരട്ടി കുറച്ച് സമയം അങ്ങനെ വെക്കാം. ഒരു 5-10 മിനിറ്റ് വരെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ടാക്കോ ഷെൽ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. വീറ്റ് ഫോർ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്തെടുക്കണേ. ഇത്തിരി മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്, കുറച്ച് മതി കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കാം. നമ്മൾ ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചപ്പാത്തി രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, ഇതിപ്പോ ഒരു 10 മിനിറ്റോളം ആയില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, വേവിക്കാം. നമുക്കിനി ഇതിന്ന് ഓരോ ബോൾസുകളാക്കി എടുത്ത് ഞാൻ പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് പരത്തിയെടുക്കാം. കല്ലിൽ വെച്ച് പരത്തണേ അങ്ങനെ പരത്താം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഞാനിത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. നമുക്ക് ഈ ഇത് പൊങ്ങി വരാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് മുഴുവനും പരത്തിയെടുക്കാം. ഒന്നും ഒട്ടാതെ നോക്കണേ. നിങ്ങൾ ഇങ്ങനെ പരത്തുന്നതിന്റെ ഇടയിൽ ചുട്ടെടുത്താലും മതി കേട്ടോ. ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മറിച്ചിടുന്ന സമയത്ത് നമുക്കിതൊന്ന് കോട്ടി കൊടുക്കണേ. ടേക്കോ ഷെല്ലിന്റെ രൂപത്തിൽ ഇങ്ങനെ മറിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മുഴുവനും പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ടാക്കോ ഷെല്ലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഞാനിവിടെ ഒരു സവാള, ഒരു ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ് ഒക്കെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാബേജ് ഞാൻ അരിഞ്ഞിട്ട് വിനാഗിരി ഉപ്പിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയെടുക്കണം. 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. മല്ലിയില, അതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടായ ചട്ടിയിലേക്ക്, ഞാൻ ടാക്കോ ഷെൽ ഉണ്ടാക്കിയ ചട്ടി തന്നെയാണ്, എണ്ണ കുറച്ച് ഒഴിവാക്കിയെന്നുള്ളൂ കേട്ടോ. അതില് ഒരു 2 സ്പൂണ് ഓയിലുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
അതേപോലെ കുറച്ച് പച്ചമുളക്, പിന്നെ 2 പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കാബേജ് ഇട്ട് കൊടുത്തിട്ടില്ല, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും മതിയേ, ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇട്ട് കൊടുക്കും, ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതാ കൂടെ ഇപ്പൊ ഇത് ഏതാണ്ടൊക്കെ വയന്ന് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വയന്നാ മതി കേട്ടോ. ഉള്ളി നന്നായി പിന്നെ വയന്ന് വരുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ നടുവ് ഒഴിവാക്കിയിട്ട് ഇതൊന്ന് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, ഇത് ഇട്ട് കൊടുക്കട്ടെ. അത് വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെറുതാക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് 2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിന്റെ കുരു ഒഴിവാക്കണം. ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. നമുക്ക് ടേക്കോ ഷെല്ല് എടുത്തിട്ട് ഇതിൽ നിറക്കാം. ഇതൊക്കെ ഈ ഫില്ലിംഗ് ഒക്കെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ആണ് ഇത് വീണ്ടും ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കി, അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് കുറച്ച് പച്ചക്കുള്ള ക്യാപ്സിക്കം, കാബേജ്, സവാള ഇതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിന്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മുഴുവൻ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മുടേതായ സ്റ്റൈലിലുള്ള ഒരു ടേക്കോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കൈക്കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.